എവിടെയെങ്കിലും പോയി സഹായം ചോദിച്ചു പോയാലും അവർ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. വരുമോ അങ്ങനെ ചോദിച്ച ഒരാൾ എന്നോട് ഒരാളത്തിന് സഹായം ചോദിച്ചു വായി വിട്ട്. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത് വട്ടിക്ക് പൈസ ചോദിച്ചതാ, കടമായിട്ട് ഒരു 5000 ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരുമോ ഒരു രാത്രിയത്തേക്കെന്ന് ചോദിച്ചു എന്നോട്. ഞങ്ങൾ കേരളത്തിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെയൊക്കെ വീടൊക്കെ ഭയങ്കര റെന്റും വാടക, അതിനുള്ള ഇതെല്ലാം എൻ്റെ അടുത്തില്ല. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാൻ പാടില്ല, ആരാ നല്ലവരും ആരാ കെട്ടവരെന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിരിച്ചോണ്ട് നിൽക്കുകയും ചെയ്യല്ലേ. അസ്സലാമു അലൈക്കും. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നിന്ന് ഒളിച്ചോടിയ മുസ്ലിം യുവതിയും 2 മക്കളും വയ്യോരങ്ങളിൽ ഭക്ഷണത്തിന് യാചിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കമൻറ്റുകൾ, നല്ലതും അതുപോലെ തന്നെ അവരുടെ എടുത്തുചാട്ടം കൊണ്ടാണ് എന്നും സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങിപ്പോയത് കൊണ്ടാണ് അവർക്ക് ഈ ഗതി വന്നത് എന്ന രീതിയിലെല്ലാം ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നിരുന്നു. അതുമായി ബന്ധപ്പെടുത്തി രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ യുവതി സ്നേഹിച്ച് ഇറങ്ങിപ്പോയതായത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് വരെ അവരെ പുറത്താക്കിയതാണ്. എന്നാൽ ഈ യുവതിയുടെ ഇപ്പോൾ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബാലരാമപുരത്ത് 1 സെന്റ് സ്ഥലവും അതുപോലെ തന്നെ കയറിക്കിടക്കാൻ ഒരു കൂരയും ഉണ്ടെങ്കിൽ തിരിച്ച് കേരളത്തിലേക്ക് വരണമെന്നുള്ള അവരുടെ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടു. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും അതുപോലെ തന്നെ വീടുകൾ ഒരുക്കാനും എല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുമായി ബന്ധപ്പെടുത്തി യൂട്യൂബർമാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ വീഡിയോ അവരുടെ മുമ്പിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സഹോദരിക്ക് ഒരു വീടും അതുപോലെ തന്നെ സ്ഥലവും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി ആ യുവതി നടത്തുന്ന വെളിപ്പെടുത്തൽ നിങ്ങളുടെ എവരെയും മനസ്സിനെ തീർച്ചയായിട്ടും ഈറൻ അണിയിക്കുന്നത് തന്നെ ആയിരിക്കും. നമുക്ക് അവരുടെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം. എന്താ പറയുക, ആഹാരം പോലും കഴിക്കാനില്ല. അതേപോലെ തന്നെ പറഞ്ഞു, ഇത് കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോകാത്ത എന്താണ്? കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാത്ത, സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് സ്കൂളിൽ പുറത്താക്കിയത്. എക്സാം എഴുതാൻ സമ്മതിച്ചില്ല, പുറത്താക്കി. അപ്പം പൈസ അടച്ച LKG അപ്പം പൈസ അടച്ചാലേ ഇനി സ്കൂളിൽ എടുക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ സ്കൂളിൽ പോകണില്ല, വീട്ടില്. കാരണം ആഹാരം പോലും കഴിക്കാനില്ല, സ്കൂളിൽ പോകാനും ഫീസ് അടയ്ക്കാനും ഇല്ല. ഇപ്പം ജോലി ചെയ്തോണ്ടിരുന്നപ്പോ ആക്സിഡന്റ് പറ്റിയതിനു ശേഷം ഇപ്പൊ പോവാനും പറ്റുന്നില്ല, ഒന്നിനും പോകുന്നില്ല. കാരണം ഈ കൈ ഇങ്ങനെ പിടിച്ച് ഉയർത്തിയാൽ മാത്രമേ ഇങ്ങനെ ഉയരത്തുള്ളൂ, അല്ലാതെ സ്വന്തമായിട്ട് ഉയർത്താൻ പറ്റത്തില്ല. ഈ ഒരു കൈയിന്റെ സഹായത്തിന് തന്നെയാണ്. നമ്മള് ബാത്റൂമിൽ പോയാൽ കൂടെ അവൻ തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതെല്ലാം, അവൻ തന്നെയാണ് കുളിക്കാൻ വെക്കുന്നതെല്ലാം, അവന്റെയും അവളെയും കാര്യം അവൻ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് അവരെ കുളിപ്പിക്കാൻ കൂടെ എനിക്ക് പറ്റത്തില്ല, എന്റെ ഈ കൈ കൊണ്ട് പറ്റത്തില്ല. കൈക്ക് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് കൂടെ ഒരു നിവർത്തിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങള്. ഇപ്പം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, എന്നിട്ട് പുള്ളി വേറെ പോയി. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കായി. പുള്ളി തമിഴാണ് ആടല്ലേ, അങ്ങനെയാണ് ഇവിടെ തമിഴ്നാട്ടിലെത്തിയത്. നിങ്ങളെ സ്ഥലം പറഞ്ഞത് ബാലരാമപുരത്താണ് വീട്. മലയാളിയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വേറെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് പള്ളിയിൽ പുറത്താക്കി. ഇപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ബന്ധുക്കളും ഇല്ല, പള്ളിയിൽ നിന്ന് സഹായം ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുക. കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരു 7-8 വർഷം കൊണ്ട് യാതൊരു ബന്ധവും ഇല്ല. അവർക്ക് ഞാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒരു ഇതും അറിയില്ല. പറഞ്ഞതുപോലെ തന്നെയാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ച് അവരെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി വന്ന യുവതിയാണ്. അത് കേരളത്തിൽ നിന്ന് ബാലരാമപുരത്ത്, തിരുവനന്തപുരത്താണ് അവരുടെ വീട്. അവിടെ നിന്ന് സ്നേഹിച്ച് തമിഴ്നാട്ടുകാരനോടൊപ്പം തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം 2 കുട്ടികളെ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം തടി തപ്പി എന്നുള്ളതാണ്. 2 പ്രാവശ്യം അദ്ദേഹം മുങ്ങി. ഇപ്പോൾ ആ സ്ത്രീ വയ്യോരത്ത് കുട്ടികളുമായിട്ട് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിൽക്കുകയാണ്. കാരണം അവരുടെ കൈ തളർന്നു പോയിരിക്കുകയാണ് ആക്സിഡൻറ്റിൽ. തീർച്ചയായിട്ടും അവർക്ക് കൈ പൊന്തിക്കാൻ പോലും പറ്റുന്നില്ല. സഹോദരിയായ ചെറിയ മകനാണ് സഹോദരിക്ക് ബാത്റൂമിൽ പോകാൻ പോലും സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അതുപോലും ചെയ്തു കൊടുക്കാൻ ആ ഉമ്മയ്ക്ക് കഴിയുന്നില്ല. ഇന്ന് ഉമ്മയും വാപ്പയും ഒന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അന്യമതസ്ഥരോട് കൂടെയും മറ്റുമെല്ലാം ഇറങ്ങിപ്പോകുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങൾ ഇനി ആരെങ്കിലും അങ്ങനെ ഇറങ്ങിപ്പോകാൻ മുട്ടി നിൽക്കുന്ന ആൾക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും കാര്യങ്ങൾ അറിയിക്കുക. അതിനുശേഷം അവർ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ. അവർ അന്വേഷിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു വീട്ടുകാരെങ്കിലും സമ്മതിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. അല്ലാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവസാനത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊന്നാവാൻ യാതൊരു സാധ്യതയുമില്ല. ഇതുപോലെ 2 മക്കളുണ്ടായി. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പഠിച്ച് വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾക്കൊരു തൊഴിലുണ്ട് എങ്കിലും ഒരു ആക്സിഡൻറ്റുമേ തീരാൻ പോകുന്നത് മാത്രമേ നിങ്ങളുടെ ജീവിതമുള്ളൂ. കാരണം പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ മക്കളുടെ ഒരു അവസ്ഥ
അത് എടുത്തു പറയേണ്ടതില്ല. അത്രയ്ക്ക് ദയനീയമായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ടും നിവൃത്തിയില്ലാതെ ഒരു വട്ടിപ്പൈസക്കാരൻ്റെ അടുത്ത് പണം കടം ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞ ഒരു വാചകം തീർച്ചയായിട്ടും എൻ്റെ സഹോദരിമാർ അതൊന്ന് കേൾക്കണം. വീടിന്റെ വാടക കൊടുക്കാൻ പോയ മാസത്തെ വാടക കൊടുത്തില്ല. ഈ മാസവും ഡേറ്റ് ആയി. കഴിഞ്ഞ മാസം ഇരുന്ന വീട് ഇതിന് തൊട്ടപ്പുറത്ത് വീട്ടില്ല. അതൊരു ചെറിയ വീടാ. 2500 രൂപ വാടക. 2500 വാടക. ഇതിന് 3000 രൂപ. ഇതിനും ഡേറ്റ് ആയി. വാടക കൊടുക്കാനുള്ള ഡേറ്റ് കൊടുത്തില്ല. 2 മാസത്തെ വാടക കൊടുക്കണം. ഈ വീടിന് 15 രൂപ അഡ്വാൻസ്. ഞാൻ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. അത് എന്റെ മോളുടെ അരങ്ങാണം, വെള്ളി അരങ്ങാണം കിടന്നതിനെ കൊണ്ടുപോയി വിറ്റാ കൊടുത്തത്. ഇവരെ 2 പേർക്ക് വെള്ളി അരങ്ങാണം കിടന്നത് കൊണ്ടുപോയി വിറ്റാ ഞാൻ കൊടുത്തത്. അങ്ങനെയാണ് അവസ്ഥ. എവിടെങ്കിലും പോയി സഹായം ചോദിച്ചു പോയാലും അവര് തെറ്റായിട്ടാ സംസാരിക്കുന്നത്. വരവോ അങ്ങനെയാ ചോദിച്ച ഒരാൾ എന്നോട്. ഒരാളത്തിന് സഹായം ചോദിച്ചു വായി വിട്ട്. ഞാൻ അവരടുത്ത് ചോദിച്ചത് വട്ടിക്ക് പൈസ ചോദിച്ചതാ. കടമായിട്ട് ഒരു 5000 രൂപ ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരവോ ഒരു രാത്രിയത്തേക്കെന്ന് ചോദിച്ചെന്നോട്. അതിനുശേഷം ആരടുത്തും ചോദിക്കൊക്കെ ഇല്ല. സഹായം ചോദിച്ചാലും ഇതാണ് അവസ്ഥയല്ലേ. തനിച്ച് ഒരു പെണ്ണ് ഒരു വീട്ടിലിരിക്കുന്നാലും അടുത്തുള്ളവരൊക്കെ സംസാരിക്കുന്നതെല്ലാം മോശമായിട്ട് സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ച് ആരും വരക്കമില്ല. ഞങ്ങളും ആരെയും തേടി പോകത്തില്ല. ഞങ്ങളും ഉണ്ട്, ഈ വീടും ഉണ്ട്. എങ്ങോട്ടും പോക്കൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ വെളിയിലിറങ്ങിയ പോലും അത്രയ്ക്ക് സന്തോഷത്തിൽ അടുത്തുള്ളവരെ അണ്ണ മാമ എന്നൊക്കെ വിളിക്കും അവർ കിടന്നിട്ട്. കേട്ടില്ലേ, 2 മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ല. വീടിൻ്റെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടിപ്പൈസക്കാരനോട് പണം കടം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ കൂടെ ഒരു ദിവസം നിനക്ക് വരാൻ വേണ്ടി കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ മാത്രമേ കടം പോലും കൊടുക്കുന്നുള്ളൂ. അതാണ് മനുഷ്യൻ്റെ ഒരവസ്ഥ എന്ന് പറയും. നിങ്ങൾ മറ്റു സ്ഥലത്തേക്കൊക്കെ കുടിയേറി പാർക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇതൊന്നും ആർക്കും പരിഗണിക്കുകയില്ല. കാരണം ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകളെ മറ്റൊരു കണ്ണിൽ കൂടി കാണാനാണ് നമ്മുടെ സമൂഹം ശ്രമിക്കുക. അത് തന്നെയാണ് സ്ത്രീക്കും. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ആ സഹോദരി നമ്മോട് ആ കാര്യങ്ങൾ വിവരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ആരോടും സഹായം ചോദിക്കാൻ പോലും പേടിയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയാണ് ആ സ്ത്രീക്ക് മറ്റ് ആൾക്കാരിൽ നിന്നും നേരിടേണ്ടി വന്നത് എന്ന് പറയുകയാണ്. പിന്നെ ഈ കുട്ടികൾ പുറത്തേക്ക് അധികം ഒന്നും ഇറങ്ങാത്ത മക്കളാണ്. കാരണം ഇറങ്ങാൻ അവരുടെ കയ്യിൽ പൈസയോ മറ്റോ ഒന്നുമില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരെ എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് മാമി അണ്ണ എന്നൊക്കെ വിളിക്കുമെന്നാണ് പറയുന്നത്. കാരണം അതുപോലും ആ കുട്ടികൾക്ക് ആഹ്ലാദം കൊടുക്കുകയാണ്. കാരണം ആ സ്നേഹം പോലും ആ മക്കൾക്ക് കിട്ടുന്നില്ല. നിങ്ങളിങ്ങനെ ഒളിച്ചോടി ഇറങ്ങിപ്പോയതിനു ശേഷം 2 കുട്ടികളെ ഉണ്ടാക്കിയതിന് ശേഷം വാപ്പയും ഇല്ല, ഉമ്മയുമില്ല, നിങ്ങൾക്ക് കയറിക്കിടക്കാൻ വീടുമില്ല. അത്തരമൊരു അവസ്ഥയിൽ തീർച്ചയായിട്ടും അവസാനം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കയറിലോ അല്ലെങ്കിൽ ഒരു റെയിൽവേ ട്രാക്കിലോ തീർക്കാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താലും നാളെ നിങ്ങളുടെ മക്കളുടെ സ്ഥിതി അതുകൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. തീർച്ചയായിട്ടും ആ സ്ത്രീ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ആ സ്ത്രീയോട് അതിയായ സ്നേഹവും അതുപോലെ തന്നെ ബഹുമാനവുമുണ്ട്. ആ ചെയ്ത തെറ്റ് ആ സ്ത്രീ മനസ്സിലാക്കി അവരുടെ വീട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് പോലും അവർ വീണ്ടും സ്വീകരിച്ചില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഇനി അവസാനമായിട്ട് അവരുടെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും അത് നമ്മൾക്കൊന്ന് കേൾക്കണം. കേരളത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് എന്ന് ആ സ്ത്രീ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഞങ്ങൾ കേരളത്തിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെയൊക്കെ വീടൊക്കെ ഭയങ്കര റെന്റും വാടക. അതിനുള്ള ഇതെല്ലാം എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഹെൽപ്പാണ് നമ്മൾ ചെയ്തത്. നമുക്ക് കൂടുതലായിട്ട് വളരെ ഉപകാരമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി മാറ്റിയത് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ചാവേണ്ട അവസ്ഥയിലായിരുന്നു. കാരണം എന്ത് സഹിക്കാം, ഞാനും പട്ടിണി സഹിക്കും. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അത് പറ്റത്തില്ലല്ലോ. പൊടി കുഞ്ഞുങ്ങൾ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാൻ പാടില്ല, ആരാ നല്ലവരും ആരാ കെട്ടവരെന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിരിച്ചോണ്ട് നിൽക്കുകയും ചെയ്യല്ലേ. എല്ലാവരും മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും കഴിയുമ്പോൾ അങ്ങോട്ട് ട്രിവാൻഡ്രത്തോട്ട് തന്നെ ബാലരാരല്ലേ വീട്, അപ്പം അങ്ങോട്ട് തന്നെ വരാൻ പറ്റട്ടെ. എനിക്ക് ഒരുപാട് കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് കൈ നിൽക്കണതല്ലാത്ത കാര്യങ്ങളാണ്. വീട് കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റണമല്ല. എന്നാലും ആരെങ്കിലുമൊക്കെ കണ്ട് സഹായിക്കണമെങ്കിൽ സഹായിച്ച് നിങ്ങൾക്കൊരു വീടാണെങ്കിൽ അത് നമ്മൾ പ്രാർത്ഥിക്കാം.
അവിടെ എവിടെ ഒരു കുഞ്ഞു വീട് മതിയല്ലോ, ഒരു റൂമാണെങ്കിൽ ഒരു സെന്റ് സ്ഥലമെങ്കിലും മേടിച്ച്, ഒരു വീടായിട്ടില്ലെങ്കിലും ഓല വെച്ച് കുറ്റിച്ചാരിയെങ്കിലും എന്റെ കുട്ടികളെ വെച്ചിട്ട് ആര് ഇറങ്ങി വാടക കൊടുക്കേണ്ട പ്രശ്നമൊന്നും വരത്തില്ല. മറ്റേത് കഞ്ഞിയെ കുടിച്ചാലും അല്ലേ വാടക റേഷനരി മേടിച്ച് കഞ്ഞി കുടിച്ചാലും കിടക്കാൻ ഒരു കിടക്കാടം വേണമല്ലോ. ഓക്കെ, ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് രണ്ടാമതും ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. കാരണം സ്നേഹമുള്ള, കാരുണ്യം വറ്റാത്ത മനസ്സുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സ്ത്രീയുടെ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചേർത്തി പിടിക്കണം. ആ സ്ത്രീക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ആ സ്ത്രീക്ക് അറിയാം. ആ സ്ത്രീ അത് മനസ്സിലാക്കുന്നുണ്ട്, അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ത്രീയെ ഒരു കൈ കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആ നിവാസികൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീയെ ഒന്ന് സഹായിക്കണം. അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരോട് തീർച്ചയായിട്ടും ഈ സ്ത്രീയെ ഒന്ന് ബന്ധപ്പെടാനും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്തു കൊടുക്കാനും നിങ്ങൾ പറയണം. കാരണം ആ 2 മക്കളെ ആലോചിച്ചെങ്കിലും അമ്മ ചെയ്തത് തെറ്റാണെന്ന് ഉമ്മ അംഗീകരിക്കുന്നുണ്ട്, പറ്റിപ്പോയതാണ്. ഇനി നമ്മൾ ചെയ്ത കുറ്റത്തിനെ ഇനിയും വലുതാക്കി പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആർക്കെങ്കിലും സഹായിക്കാനോ അതുപോലെ തന്നെ ചേർത്തി പിടിക്കാനോ ആഗ്രഹമുണ്ട് എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും. കാരണം ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത മക്കളാണ്, അവർ നമ്മളുടെ കുട്ടികളാണ്. തീർച്ചയായിട്ടും നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല പൗരന്മാരായി വളർന്നു വരാൻ സാധ്യതയുള്ള 2 മക്കളാണ്. കാരണം എന്താണ് പട്ടിണി എന്നൊക്കെ ഈ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയ, വിശപ്പിൻ്റെ വേദന അറിഞ്ഞ കുട്ടികളാണ്. ആ കുട്ടികളൊക്കെ വലുതായി വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ഒരു സ്വത്തും അതുപോലെ തന്നെ ഒരു മുതൽക്കൂട്ടുമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നുകൂടി റിയാക്ട് ചെയ്ത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അർഹിക്കുന്ന കരങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ തീർച്ചയായിട്ടും ആ സഹോദരിക്ക് കയറി കിടക്കാൻ ഒരു വീടും അതുപോലെ തന്നെ സ്ഥലവും കിട്ടുകയുള്ളൂ. അതാലോചിച്ചെങ്കിൽ നിങ്ങളത് ചെയ്യുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം തീർച്ചയായിട്ടും നിങ്ങളും ഞാനടക്കമുള്ള എല്ലാവരും ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് അവരെ ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ച ബ്ലോഗറായ നമ്മുടെ സൂരജിനെ തീർച്ചയായിട്ടും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഈ ബ്ലോഗിലും അതുപോലെ തന്നെ ജീവിതത്തിലും വളരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.